केरल की सीमा पर तमिलनाडु के नजदीक ये गांव धीरे धीरे अरब सागर में समाता जा रहा है। इस मानसून सीजन में मूसलाधार बारिश के बाद समुद्री कटाव तेज हो गया है। गांव के घर तेजी से समुद्र में समा रहे हैं। लोगों के लिए अपना वजूद बचाने की कोशिश बेअसर साबित हो रही है। ये है पोझियूर, तिरुवनंतपुरम के पास एक छोटा सा गांव। यहाँ समुद्री कटाव लंबे समय से हो रहा है। अब यहाँ के लोग कहते हैं कि ऐसा लगता है मानो उनके नीचे की जमीन भी टूट रही है। ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ 2 ആഴ്ചയായി ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി ഇവിടുന്ന് ആരും പണിക്ക് പോകുന്നില്ല. ഈ കാലാവസ്ഥ കാരണമാണ്. അത് ആരും തടസ്സപ്പെടുത്തിയതല്ല, കാലാവസ്ഥ കാരണമാണ് ആരും പണിക്ക് പോകാത്തത്. ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഷ്ടമാണ്. അതായത് ഞാൻ ഇവിടെ ജീവിച്ചതുകൊണ്ട് നമുക്കറിയാം. ഇന്നലെയൊക്കെ നമ്മളിവിടെ വന്ന് മിനിഞ്ഞാന്ന് അതിന്റെ അപ്പുറത്തെ ഒരു ദിവസം മുമ്പേയൊക്കെ വന്ന് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഇവിടെ കിടന്ന് ഒരുപാട് പാടുപെടുന്നുണ്ട്. അതെന്ന് വെച്ചാൽ കുട്ടികളുള്ളവർ ഒരുപാട് 2-3 കുട്ടികളുള്ളവരൊക്കെ ഈ അവസ്ഥയിൽ മുകളിൽ നിന്ന് മഴയും ഈ സൈഡിൽ നിന്ന് കടലും ഒരു സൈഡിൽ നിന്ന് കാറ്റും ആ ഇതിൽ അവർ ജീവിക്കുകയാണ്. लोग बताते हैं कि समुद्री कटाव सालों से हो रहा है। घरों की 4 से ज्यादा कतारें पहले ही समुद्र में डूब चुकी हैं। पोझियूर को जोड़ने वाली मुख्य सड़क भी डूब गई है। समुद्र की तेज लहरें गांव को बाहर की दुनिया से काट रही हैं। അതെ, ഞങ്ങളെല്ലാവരും ഇപ്പോൾ പൊഴിയൂർ UPS സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസത്തിന് മുമ്പ് നല്ല കടൽക്ഷോഭമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ വീട്ടിൻ്റെയൊക്കെ മുകളിൽ വീട്ടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് പോലും പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ക്യാമ്പിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരാവശ്യമായിട്ട് ഇവിടെ വന്നതാണ്. ഞാനിപ്പോൾ +2 കഴിഞ്ഞു. राहत काम धीमे चल रहा है। लोगों का कहना है कि बार बार अनुरोध करने के बावजूद सरकारी अधिकारी या पंचायत के सदस्य हालात का जायजा लेने नहीं आए। ഇന്നുവരെ നാട്ടുകാരാണ് നമ്മൾ ഒരു പത്രക്കാരെ വിളിച്ചു വരുത്തി പറയുന്നത്. അല്ലാണ്ട് ഒരു പഞ്ചായത്തുകാരോ ഒരു ഗവൺമെന്റ് വന്ന് ഇവിടെ നോക്കിയിട്ടില്ല. പത്രക്കാർ വന്നപ്പോഴേ ഒരു പഞ്ചായത്തുകാരോ ആരും വന്നിട്ടില്ല ഇവിടെ. അതാണ് ഇവിടെയുള്ള ഗവൺമെന്റും പഞ്ചായത്തും. कहीं और जाने का साधन न होने के कारण कई परिवार मजबूर हैं। अपने घरों के बचे हुए छोटे से हिस्से में किसी तरह जी रहे हैं। ഞങ്ങൾ എവിടെയെങ്കിലും പോയി കിടക്കാനുള്ള ഞങ്ങൾക്കൊരു പാർപ്പിടം വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കടലിൽ എപ്പോഴും കിടന്നാൽ ഞങ്ങൾ കണ്ടോണ്ട് നിൽക്കണ കടലാണ്. ദാണ്ട ഒരു കുടുംബം പാർട്ടി മക്കളെ എല്ലാം ദാണ്ട ഒന്ന് ഇവിടെ ഒരു കുടുംബം അപ്പുറത്ത് വീടിടിഞ്ഞ് എന്റെ മോളാണത്. വീടിടിഞ്ഞതിപ്പ അതെന്റെ മോളാണ്. അവിടെ അവര് റോട്ടിലാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. അവിടെ നിന്ന് കൊണ്ടുപോയി നമുക്ക് ഒരു ഒരുപാട് കിട്ടിയാലേ നമ്മൾ അവിടെ ഒതുങ്ങി മടങ്ങും. ഇത് നമ്മളെ ഇവിടെ അന്വേഷിക്കാൻ വേണ്ടി ആരില്ല. അപ്പൊ അതുകൊണ്ടാണ് ചാവാൻ പിള്ളേരും കുട്ടിയും നമ്മൾ പിന്നെ ഇരുന്ന കാര്യമില്ല എന്നുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. पोझियूर किसी समय मछुआरा समुदाय और खूबसूरत तट रेखा के लिए मशहूर था। अब ये गांव अलग किस्म का खतरा झेल रहा है। गांव गंभीर समुद्री कटाव और लगातार बारिश से जूझ रहा है, जो घरों और यहाँ रहने वालों की रोजी रोटी के लिए भारी खतरा है। जैसे कि मैं सो रहा हूँ तो पिताजी को जगाना है मुझे, तो वो डायरेक्ट उठाने के बजाय, और हिंसा की परंपरा मेरे यहाँ नहीं थी सौभाग्य से, तो वो क्या करते थे कि उस कमरे में आ जाएंगे या बाहर से गुजरेंगे और चौपाई बोलेंगे, प्रात काल उठ के रघुनाथा मात पिता गुरु नावई माता। कभी कभी मैं गुस्से में उठ करके अरे पापा चरण स्पर्श किया और सो गया। मैंने कहा अब मत उठाना।